അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്നെന്താണ് താമരശ്ശേരി ചുരത്തിന്റെ അവസ്ഥ? ഇന്നും മണ്ണിടിച്ചിലുണ്ടോ? പല ഭാഗങ്ങളിലും മഴ മാറി നിൽക്കുകയാണോ? ഇന്നും ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ, അഭിലാഷ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. മഴ മാറി നിൽക്കുന്നുണ്ട്, അതൊരു ആശ്വാസകരമാണ്. ഇന്നലെ പൂർണ്ണമായും വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഭാരവാഹനങ്ങളല്ലാത്ത വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്, അതായത് ചെറുവാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഭാരവാഹനങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ തുറന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഭാരവാഹനങ്ങൾ ഈ വഴി വന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പിടിച്ചിരിക്കുക. ഏതാണ്ട് 100ഓളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് മുകളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഇവിടെ ഭാരവാഹനങ്ങളുടെ ഡ്രൈവർ അടക്കം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ വന്നതാണ്. ഇന്നലെ 10 മണിക്ക് വന്നതാണ്. ഇന്നലെ വയനാട്ടിൽ നിന്നൊരു പേവർ കയറ്റി കോഴിക്കോട് വീട്ടിലേക്ക് പോയതാണ്. കയറ്റി അങ്ങോട്ട് പോകുമ്പോൾ ചുരം ഇടിഞ്ഞു. ഒരു ദിവസം അവിടെ കിടന്നു. അടുത്ത ദിവസം ഇന്നലെ മിനിങ്ങാന്ന് വൈകുന്നേരം അങ്ങോട്ട് വിട്ട് കോഴിക്കോട് നിന്ന് കയറ്റി ഇറക്കിയിട്ട് 10 മണിക്ക് എത്തിയതാണ്. കാലി വണ്ടിയാണ്. നമ്മൾ CCS ടാറിങ്ങിനും മറ്റേ ടൗൺഷിപ്പിൻ്റെ പണിക്കൊക്കെ ഓടണം മേപ്പാടി കൽപ്പറ്റയിൽ. കാലി വണ്ടി അവിടെ കിടക്കുക, വിടുന്നില്ല. നിങ്ങൾ കൊല്ലത്ത് വരികയാണ്? നമ്മൾ സിമെന്റ് വണ്ടിയാണ്. എന്താണ് ഇപ്പോൾ കയറ്റി വിട്ടാൽ കയറിപ്പോ അത് തന്നെ. കുടുങ്ങിയില്ലേ? എവിടേക്കാണ് കൊണ്ടുള്ളത്? ഇത് പനമരം പോണത്. പനമരം ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KSRTC അടക്കം പോകേണ്ടുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായക്കടകളിലേക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒന്നും ആളുകളില്ല. കാരണം ഈ പഴംപൊരി അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? വളരെ മോശമാണ്. വണ്ടി നമുക്ക് യാത്രക്കാരെ കച്ചവടമാണല്ലോ കൂടുതലുള്ളത്. യാത്രക്കാരില്ലാത്തതുകൊണ്ട് കച്ചവടം നമുക്ക് വളരെ ഡിമ്മാണ്. സൂചന മാത്രമാണ്. അതായത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിന്റെ ഗൗരവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഏതായാലും വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടാനൊരു തീരുമാനം ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് സാർ നിയന്ത്രണങ്ങൾ? നിയന്ത്രണങ്ങൾ ഇവിടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനല്ല, അതായത് കാറ്, 4 ചക്ര വണ്ടികൾ, അതൊക്കെ വെയിറ്റുള്ള വാഹനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് ചെറിയ കാറുകൾ മാത്രം വിടാനുള്ള പറഞ്ഞിട്ടുള്ളൂ. വേറെ മണ്ണിടിയുന്നുണ്ടോ മുകളിൽ? മണ്ണിന് ഇപ്പം നിലവിൽ ഇടിയുന്നില്ല. ഇപ്പം കാലാവസ്ഥയ്ക്ക് മഴ പെയ്യുന്നില്ല, ഇടിച്ചിട്ടില്ല. അങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്. ഓണക്കാലമാണ്, അതോടൊപ്പം തന്നെ വെക്കേഷൻ കൂടിയാണ്. വിനോദസഞ്ചാര മേഖലയടക്കം വലിയ തരത്തിൽ ഗുരുതരമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഓണക്കാലത്ത് സാധനങ്ങൾ എത്തേണ്ടതുണ്ട്. പച്ചക്കറികളും അതോടൊപ്പം തന്നെ പൂക്കളടക്കം ഇവിടേക്ക് എത്തേണ്ടത് ഈ വഴിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതോട് കൊണ്ട് തന്നെ പൂക്കൾക്കൊക്കെ വലിയ തരത്തിൽ വില കയറാനുള്ള സാധ്യതയുണ്ട്. ഓണക്കാലത്ത് അതോടൊപ്പം തന്നെ പച്ചക്കറികൾക്കും വില കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഏതായാലും മഴ പെയ്തില്ലെങ്കിൽ വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. മറ്റ് ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. അരുൺ. ഓക്കെ, താങ്ക് യു അഭിലാഷ്. അഭിലാഷാണ് താമരശ്ശേരി ചുരത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചെറിയ വാഹനങ്ങൾ ഒരു വരിയായിട്ട് കടന്നു പോകാനായിട്ട് അനുവദിക്കുന്നുണ്ട്. എന്നാൽ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ വാഹനങ്ങൾ മാത്രമേ താമരശ്ശേരി വഴി വയനാട്ടിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ബാക്കിയുള്ള വലിയ വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വരെ പോകണം. കുറ്റ്യാടി ചുരത്തിലും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഗതാഗത നിയന്ത്രണം കാര്യമായിട്ടില്ല. മഴ പെയ്താൽ, മഴ കനത്താൽ താമരശ്ശേരി വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കോഴിക്കോട്ടുള്ളവർക്കും വയനാട്ടിലുള്ളവർക്കും വയനാട് വഴി മൈസൂരിലേക്ക് പോകുന്ന മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾ താമരശ്ശേരി ചുരം വഴിയല്ല പോകേണ്ടത്, കുറ്റ്യാടി ചുരം വഴി പോവുക. ഇപ്പോൾ വലിയ വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി പോകണം. ചെറിയ വാഹനങ്ങൾ ഒറ്റ വരിയായി താമരശ്ശേരി ചുരം വഴി കടത്തിവിടുന്നുണ്ട്.